Hello guys, welcome back to Peak Time Learners. LBS MC Entrance 2026 നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഈ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ നോക്കാം. നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് ഏപ്രിൽ 30th ആണ്. നമുക്ക് മെയ് 25th വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. മെയ് 25 ആണ് ഫീസ് പേ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. മെയ് 26th ആണ് ഫൈനൽ സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ്. ആരും ലാസ്റ്റ് ഡേറ്റ് വരെ മാറ്റി വെക്കേണ്ട, പറ്റുവാണെങ്കിൽ അതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്ന ഡേറ്റ്, എക്സാം ഡേറ്റ് ഒന്നും റിലീസ് ആയിട്ടില്ല. അതൊക്കെ റിലീസ് ആവുമ്പോൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എനി കാൻഡിഡേറ്റ്സ്, ഡിഗ്രി പാസ്സായ ആർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് UG ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ പാസ്സായ സ്റ്റുഡൻസ് ആണെങ്കിൽ മിനിമം 50% മാർക്ക് വേണം. UGയിൽ 50% മാർക്ക് വേണം. ആൻഡ് ഇപ്പോൾ റിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 45% മാർക്ക് മതി. ഇനി മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് അവർ പറയുന്നത് പ്രിഫേർഡ് എന്നാണ്. 10th +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിൽ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. ബട്ട് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിൽ ആഫ്റ്റർ അഡ്മിഷൻ കോളേജ് ലെവലിൽ ബ്രിഡ്ജ് കോഴ്സ് കണ്ടക്ട് ചെയ്യും. അത് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കണം. കേരളൈറ്റ്സ് ആൻഡ് നോൺ കേരളൈറ്റ്സ് എല്ലാവർക്കും തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് കേരളൈറ്റ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും കാറ്റഗറി വൈസ് റിസർവേഷൻ എല്ലാം വരുന്നത്. നോൺ കേരളൈറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ കാറ്റഗറി വൈസ് റിസർവേഷൻ അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾ കേരളൈറ്റ് ആയിരിക്കണം. ഇതാണ് എലിജിബിലിറ്റിയിൽ പറയുന്നത്. ഇനി ഫീസ് നോക്കുമ്പോൾ ജനറൽ ആൻഡ് SCBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1300 rupees ആണ് ഫീസ് വരുന്നത്. പിന്നെ SC ST സ്റ്റുഡൻസ് ആണെങ്കിൽ 650 rupees ആണ് ഫീസ് ആയിട്ട് വരുന്നത്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് നോക്കാം. എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വെക്കാം. പിന്നെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വെക്കാം. പിന്നെ പാസ്പോർട്ട് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പാരൻസിൻ്റെ പാസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും പാരൻസിനുള്ള റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഇപ്പോൾ പാരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലും പാരൻസിൻ്റെയും നിങ്ങളുടെ റിലേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി വേണം. അപ്പോൾ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും ബെറ്റർ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാവർക്കും മസ്റ്റാണ്. SSLC, ബർത്ത് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി. പിന്നെ പറയുന്നത് നിങ്ങളിപ്പോൾ പാസ്സായ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് വേണം. ഇപ്പോൾ അപ്പിയറിംഗ് ആണ്, 6th സെം എക്സാം വരെ എഴുതി റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പിയറിംഗ് കൊടുക്കാം. അപ്പിയറിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഹോൾ ടിക്കറ്റ് ചോദിക്കും. അപ്പോൾ പാസ്റ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റും അപ്പിയറിംഗ് ആണെങ്കിൽ ഹോൾ ടിക്കറ്റും സബ്മിറ്റ് ചെയ്യണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സൈൻ വേണം. ഇതൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇനി നിങ്ങൾ UG കംപ്ലീറ്റ് ചെയ്തത് ഔട്ട്സൈഡ് കേരള ഉള്ള യൂണിവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ UG പാസ്സാവുന്നതെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റും വേണം. ഇനി പറഞ്ഞേക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇഫ് അപ്ലിക്കബിൾ ആണ്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങിക്കണം. അപ്പോൾ നോൺ ക്രീമി ലെയർ ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ നോൺ ക്രീമി ലെയർ വേണം. കമ്മ്യൂണിറ്റി വേണം. പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും വേണം. ഇതിൽ ഇഫ് അപ്ലിക്കബിൾ എന്ന് കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SCBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഇപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. OEC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും വേണം. ഇതെല്ലാം ഇഫ് അപ്ലിക്കബിൾ ആണ്. ഇനി ഈ സർട്ടിഫിക്കറ്റ്സിന്റെ വാലിഡിറ്റി പറഞ്ഞിട്ടുണ്ട്. നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. ആൻഡ് ഈ വാലിഡിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ എൻഡ് ആവുന്ന ടൈമിലും ഇത് വാലിഡ് ആയിരിക്കണം. അപ്പോൾ വാലിഡിറ്റി തീർന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇപ്പം തന്നെ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം. ബിക്കോസ് മെയ് 25th വരെ ടൈം ഉണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്താൽ നമുക്ക് വേഗം തന്നെ കിട്ടും. ഇനി ഇൻകം സർട്ടിഫിക്കറ്റിന് 1 year ആണ് വാലിഡിറ്റി വരുന്നത്. കമ്മ്യൂണിറ്റി ആൻഡ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്സിന് 3 years ആണ് വാലിഡിറ്റി വരുന്നത്. ഇനി ഇതിൻ്റെ എക്സാം പാറ്റേൺ നോക്കാം. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. മാർക്കും 120 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 120 minutes ആണ്. പിന്നെ ഇതിൽ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല.
മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് OMR ബേസ്ഡ് ആയിരിക്കും എക്സാം വരുന്നത്. ആൻഡ് മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഫീസും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സും. നമ്മൾ LBS MC എൻട്രൻസ് എക്സാമിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത റെക്കോർഡഡ് ക്ലാസ്സസും പിന്നെ അതിന് റിവിഷൻ ആയിട്ട് ലൈവ് സെഷൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ learn.happel.in സൈറ്റ് ഒന്ന് റെഫർ ചെയ്യാം. താങ്ക് യു.